ഹലോ, എല്ലാവരും ഞായറാഴ്ചയായിട്ട് എവിടേക്കാണ്? ഞായറാഴ്ചയായിട്ട് യാത്ര പോകും. എവിടാ? എവിടെയാണ് പോകേണ്ടത്? എൻ്റെ അടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് വണ്ടി പോകുന്നു. എവിടെ പോണ? അപ്പൊ ഇന്നാൾക്കൊരാൾ പറഞ്ഞേ തീരു മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഇനി ഞാൻ പുട്ടിയൊക്കെ അടിച്ച് കയറിയിരിക്കുകയാണ്. കുറച്ച് യാത്രകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളായിട്ട് ഇറങ്ങി. പിന്നെ കുഞ്ഞു ചില്ലിയല്ലേ, അത്രയേ ഉള്ളൂ. എന്നും വീട്ടിൽ തന്നെ അല്ലേ, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 പേരെയൊക്കെ കാണണം. അതും കഴിഞ്ഞ് വരാം. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കിളിമാനൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എന്താണ്, നഗരൂർ ഭാഗത്തേക്കാണ്. നഗരൂർ ഭാഗത്തുനിന്ന് നമ്മൾ നേരെ പോകുന്നത് ചാത്തമ്പറയിലേക്ക്. ചാത്തമ്പറ നിന്ന് നമ്മൾ എവിടെ പോകുമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പുതിയ കാവിലാണ് നമ്മൾ. പുതിയ കാവിൽ, കിളിമാനൂർ പുതിയ കാവിൽ ഇവിടുത്തെ ചന്തയാണ് പ്രസിദ്ധമായിട്ടുള്ള ചന്ത. ഇവിടെ കിളിമാനൂരത്തെ ചന്ത കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ചന്ത, കിളിമാനൂർ ചന്ത. അപ്പോൾ ഇവിടെയാണ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിവിടെയൊക്കെ എവിടെയൊക്കെ എന്താണ് റാമ്പുണ്ട് എന്നൊക്കെ അറിയാം. ഇവിടെയാണ് നമ്മുടെ അമ്പലം. നവരാത്രി മഹോത്സവം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ദേവീക്ഷേത്രമാണ് പുതിയകാവ് ഭഗവതി ക്ഷേത്രം. മുറുക്കുണ്ടെന്നാ ഉണ്ടാ മുതിറ്റിട്ട് മേടിക്കാം. അപ്പം ഇത് കിളിമാനൂർ ആ അമ്പലം, അതിൻ്റെ അവിടെ നവരാത്രി മഹോത്സവമൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഒരു ദിവസം വരാം. ദൈവം അനുഗ്രഹിച്ചാൽ വരാന്നേ ഉള്ളൂ. നമുക്ക് ഒന്നും പറയാക്കൂലല്ലോ. ഇവിടെയൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാം. അവിടുത്തെ ഭഗവതി ദേവീ ക്ഷേത്രമല്ലേ. അപ്പം നവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പം നവരാത്രിയുടെ ആഘോഷത്തിലേക്കാണ് ഇനി അടുത്തത് പോണത് ആൾക്കാർ. നവരാത്രിക്ക് കന്യാകുമാരിയിലൊക്കെ ചെന്നാൽ ഒരു അന്തവും കാണത്തില്ല, ഭയങ്കര. പിന്നെ നവരാത്രിക്കാണ് അവിടെ കന്യാകുമാരിയിലെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം. ഒക്ടോബർ 3-ാം തീയതി നവരാത്രിയോടനുബന്ധിച്ചിട്ടാണ് അവിടെ നമ്മുടെ എന്തോന്ന് മേള. അപ്പോൾ നമ്മൾ നഗരൂരെത്തി. നഗരൂരെന്ന് എൻ്റെ ചേട്ടൻ്റെ സ്ഥലമാണ്. ചേച്ചി കല്യാണം കഴിച്ച സ്ഥലമാണ് നഗരൂർ. നഗരൂരിൽ നിന്ന് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ സ്വന്തം ചാത്തമ്പറയാണ്. ചാത്തമ്പറ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന, മുത്താനം നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ കടുവപ്പള്ളിയൊക്കെയുള്ള ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾ ചാത്തമ്പറ ആശുപത്രി ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആലങ്കോട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളൊരിടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്കാണ് പോയത്. സഹർ അൽ മന്തി ആണ് ആ ഷോപ്പ്. അപ്പോൾ 12:30-ക്കാണ് ഓപ്പണിംഗ് എന്ന് കണ്ടു. അപ്പോൾ റാമ്പും എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകണം, കഴിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. റാമ്പ് വെച്ചത് വലിയൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. അത് നല്ലതാണ്, എല്ലാവർക്കും കയറി ഫുഡ് കഴിക്കാം. സ്വീകരണമോ നല്ലതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ ചെന്നങ്ങ് ഇരിക്കുമല്ലോ. കാക്കച്ചി നമ്മുടെ കൗണ്ടറിലൊക്കെ ചെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. കാക്കച്ചിക്ക് അതൊന്നും വയ്യ. കാക്കച്ചി അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ പറയും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു സത്യം പറഞ്ഞാൽ പരസ്യമാണ്. നല്ല സൂപ്പർ ഫുഡ് കൊടുക്കുന്നത് നല്ല ഒരു ഇടം. സഹർ അൽ മന്തിയിലാണ് ആലങ്കോട്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ഇടത്ത് ഇറങ്ങിയിരുന്ന് കഴിക്കണമെന്ന്. പറ്റില്ല, കോപ്പിറൈറ്റ് വരും ചിലപ്പോൾ ഇവിടെ എഴുതിട്ടേക്കുന്നില്ലേ. അപ്പോൾ മജ്ലിസ്, നിലത്തിരുന്ന് കഴിക്കുന്ന ഒരു ഇടം. അപ്പോൾ അവിടെയൊക്കെ പോയി. എല്ലാ അറബിക് ഫുഡാണല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ധാരാളം പേര് അങ്ങനെ വരും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ധാരാളം വരും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം അറബിക് ഫുഡ് മതി. പക്ഷേ അത് സ്ഥിരമായി നമുക്ക് കഴിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലപ്പോഴുമൊക്കെ ആവാം. നല്ല അക്വേറിയം എല്ലാം സെറ്റാക്കി നല്ലൊരു ഇടം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് നോക്കാം. ചിക്കൻ മന്തി, മട്ടൺ മന്തി, ബീഫ് മന്തി. മന്തിയുടെ സ്പെഷ്യലാണ്. മന്തിയുടെ ആരാധികയാണ് ഞാൻ. മെനു വായിക്കുന്ന സുന്ദരി. മെനു വായിക്കുന്ന സുന്ദരി, അത് കേട്ടോണ്ട് കിടക്കുന്ന സുന്ദരി. അപ്പുറത്ത് കിടക്കുന്നു ഒരാൾ. അപ്പോൾ വിത്തൗട്ട് റൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാവേ. അത് ജ്യൂസ്, ഫ്രഷ് ലൈം, പൈനാപ്പിൾ ജ്യൂസ്, ഗ്രീൻ ആപ്പിള്,
മോജിറ്റോസ്, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, ലെമൺ, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലൂ കാർഗോ, മാംഗോ. ഗ്രീൻ ചില്ലി അൽഫാം, പെരി പെരി അൽഫാം, പറഞ്ഞു പോർത്താണ്. ഓക്കെ, 1 person. അപ്പോൾ നമുക്ക് 2-3 ഐറ്റമാണ് നമുക്ക് വായിക്കാനുള്ളത് കേട്ടോ. പോർട്ട്, ചിക്കൻ മന്തി, മട്ടൻ മന്തി, ബീഫ് മന്തി ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കേട്ടോ, പോർട്ടർ 1 person ആണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്തി മേടിച്ചാൽ 5 പേര് കഴിക്കും, അങ്ങനെ കഴിക്കുള്ളൂ. നമ്മളങ്ങനെയാണ്, അല്ലാതെ ഇപ്പോഴത്തേക്ക് പൈസ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെയല്ല, നമ്മളങ്ങനെ കഴിക്കും. അപ്പം നമ്മളിത് 2-3 ഐറ്റംസ് ഇങ്ങനെ പരീക്ഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കിത് ചാകരയാണ്, ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല. ഓക്കെ, അപ്പോൾ എവിടെയാ? ആലങ്കോട് സഹർ അൽ മന്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ 12:30-ക്കാണ് ഓപ്പണിങ്. ഇവിടെ ഫുഡ് വന്നിട്ടില്ല. നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമുക്കെടുക്കാം. ഫുഡ് വരട്ടെ. എന്താ ഇത്ര ദുഃഖം? നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. കഴിച്ചിട്ടേ പറയല. അതിൽ വാങ്ങിക്കാനുള്ളത് വൈകിട്ട് മന്തി. ഇവിടെ ബിരിയാണി മറ്റ് ഒന്നുമില്ല, ജ്യൂസും മന്തി മാത്രമേ ഉള്ളൂ. മന്തി സ്പെഷ്യൽ. ഓക്കെ, മട്ടൻ മന്തി നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റ് കൂടുതൽ അകത്ത് കയറി ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. എന്താണ് നല്ല സെർവ് ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. നല്ല പെരുമാറ്റമായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഇപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കുറേയൊക്കെ എനിക്ക് എന്താണ് ഒരു അവിടുത്തെ ഒരു എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. ഫുഡ് ഞാനങ്ങനെ അധികം പുറത്തിറങ്ങി ഫുഡ് കഴിക്കാത്തത് കൊണ്ടാവാം കേട്ടോ. നമ്മളൊരു വീൽ ചെയറിലിരിക്കുന്ന ഒരാളിന് ഇതെല്ലാം ബോണസാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലായിടത്തും ഓടി പോകാൻ പറ്റില്ലല്ലോ. ഇത് അല്ലാത്തവർക്കിത് ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നാം. പക്ഷെ നമുക്കിതൊക്കെ ഒരു ബോണസാണ്. അപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചത് അൽഫഹ മന്തിയാണ് കേട്ടോ. അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് റൈസൊക്കെ കുറച്ച് മതി. എനിക്ക് ഈ റൈസ് അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് ചോറും മീൻകറിയാണ് പ്രിയം കേട്ടോ. അതാണെങ്കിൽ 2 സ്പൂണൊക്കെ കഴിക്കും. എനിക്ക് മതി എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയാം, എൻ്റെ ചേച്ചിയെടുത്ത്. അപ്പോൾ അവളിത് മുളകും തക്കാളിയും കൂടെ ഉള്ളതും മയോണൈസും ഒക്കെ കോഴിയൊക്കെ ഞങ്ങൾ വെച്ച് ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ചോറ്റുപാത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയാൻ കാരണം നമ്മളെ 3 ടൈപ്പ് ഫുഡ് വാങ്ങി. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാവരും 1 മാത്രം വാങ്ങിക്കാതെ ചോറും ബിരിയാണിയും ഉള്ളിടത്താണെങ്കിൽ ചോറും ബിരിയാണിയും ഓർഡർ ചെയ്യണം 2-3 പേര് പോകുന്നെങ്കിൽ. അപ്പോൾ 2 നിന്നും കഴിക്കാമല്ലോ. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നായിട്ട് വാങ്ങിക്കുകയില്ല, 1-2 ഐറ്റംസ് വാങ്ങിക്കും. അപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ, സാധാരണ മനുഷ്യർ കഴിക്കാതിരിക്കുമ്പോൾ എന്താണ് ആലോചിക്കുന്നത്, ഇതിനൊക്കെ കുറേ പൈസയാവുമോ അങ്ങനെയൊക്കെ ചിന്തിക്കൂലേ? ഞാൻ ചിന്തിക്കും കേട്ടോ. ഞാൻ എല്ലാ കാര്യത്തിലും ചിന്തിക്കും. കാരണം നമ്മക്കൊണ്ട് പറ്റുന്നതാണോ ബഡ്ജറ്റ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ കഴിക്കാൻ പറ്റുന്ന കുറേ മനുഷ്യരൊക്കെ ഉണ്ട്. അവർക്ക് നല്ലതാവട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഞാൻ നോക്കും. എനിക്കതൊക്കെ പറയുന്നതിനൊരു കുറച്ചിലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എന്താണ് അതിൻ്റെ വില എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി ചിക്കൻ മന്തി കഴിക്കുകയാണ്, കാക്കച്ചി ബീഫ് മന്തിയാണ് കഴിക്കുന്നത്. എല്ലാത്തിൻ്റെയും റൈസ് ഒന്നാണ്. ഒന്നിൽ ബീഫ് വെച്ചിരിക്കുന്നു, ഒന്നിൽ അൽഫാം വെച്ചിരിക്കുന്നു, ഒന്നിൽ ചിക്കൻ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര തിരക്കായി. 1 മണി ആയപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ചോറും സദ്യ പോലെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, കഴിക്കാമായിരുന്നു എന്നെല്ലാം ഞാനിങ്ങനെ മനസ്സിൽ കരുതി കേട്ടോ. എനിക്ക് നമ്മുടെ പോത്തങ്കോടുള്ള ഒരു ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലെന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയനൊക്കെ ഉള്ള. അപ്പോൾ അവിടെ പോയി സദ്യ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ പോകും. അവിടെ വീൽ ചെയർ റാമ്പൊക്കെ ഉണ്ട് എന്നെല്ലാം അവർ പറഞ്ഞായിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു റാമ്പുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഞാൻ എവിടെ പോയാലും ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ എനിക്ക്.
പിടിക്കണോ, എടുക്കണോ, പിടിക്കണോ, സപ്പോർട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ. അതിലെല്ലാത്തിലും സന്തോഷം തോന്നിയത് ഒരു ഉമ്മ, എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം വരുന്നതിന് ഉമ്മ വന്നിട്ട് എന്നോട് പറയാണ്, മോളെ ഞാൻ നിൻ്റെ ചോറ്റുപാത്രം എന്നും കാണും നിന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ ഇറങ്ങിയാലും ഒരാൾ നമ്മളെ കാണുമ്പോൾ അത് തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് എന്നെ വലിയ കാര്യമാണ്. പണ്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ആശ്ചര്യത്തോടെ നോക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ എന്നെ പണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക പറഞ്ഞിട്ടുണ്ട്, ഇതിനെയൊക്കെ വീട്ടിൽ ഇട്ടുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും ബോധമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. വീൽ ചെയറിൽ ഇരിക്കേണ്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരാൾക്കാരെ വെറും രണ്ടാം തരക്കാരായി കണ്ടിരുന്ന കുറേ മനുഷ്യർ ഇപ്പോഴും കാണുന്നവരുണ്ട്. അവരെ ഒന്നും തിരുത്താൻ നമ്മൾ ആളല്ല കേട്ടോ. ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. ഞാൻ സാധാരണ വ്യക്തിയാണ്. എന്നെ അങ്ങനെ കാണുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. ഈ വീഡിയോ ഇത്തിരി നീണ്ടു പോകും, നിങ്ങൾ അത് ക്ഷമിച്ചേക്കണം കേട്ടോ. എനിക്ക് വിശദമായിട്ട് പറയണം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മയോണൈസൊക്കെ കൂട്ടി ഞാനിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. മയോണൈസൊന്നും നല്ലതല്ല കേട്ടോ. നമുക്ക് മാസത്തിലൊരിക്കലെങ്ങാനും ഒക്കെ കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ കഴിക്കുമ്പോൾ ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത്. എല്ലാം കൊണ്ടും എനിക്കൊരു സ്വാതന്ത്ര്യം തോന്നിയൊരു കാര്യം. പിന്നെ അവിടെ തിരിച്ചിറങ്ങുമ്പോൾ പുറത്ത് ഭയങ്കര ബഹളമായപ്പോഴത്തേക്കും തിരക്കാവോ, എനിക്ക് കയറാൻ പറ്റുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്. നീ അവിടെ സമാധാനമായിട്ട് ഇരി എന്ന് അവർ പറയും കേട്ടോ. അപ്പം ഞാൻ പ്രധാനമായും പറയുന്നത്, എൻ്റെ വണ്ടിയിൽ കയറലൊരു ടാസ്ക്കാണ്. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് സഹായിക്കണോ അങ്ങനെയൊക്കെ ഓടി വരും. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. പിടിക്കണോ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടിങ്ങായ മനുഷ്യന്മാർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. സ്നേഹമുള്ള മനുഷ്യർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഈ ഭൂമിയിൽ. എന്നെ അവഗണിച്ച കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര എനിക്ക് അഭിമാനമാണ്. ഞാൻ ഒരിടത്തും ചെന്നിട്ട് എനിക്കൊരു വയ്യാത്ത കൊച്ചാണ് എന്നെ സഹായിക്കൂ എന്നും പറഞ്ഞൊന്നും മാറി പണ്ടോട്ട് നിന്നിട്ടില്ല. നീ വയ്യാത്തതാണ്, നിന്നെക്കൊണ്ടൊന്നിനും കഴിവില്ല എന്ന് പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല. ഇന്നും ഞാൻ കാക്കച്ചിയോട് പറഞ്ഞു, നീ എന്തോ പറഞ്ഞപ്പോൾ കാക്കച്ചി പറഞ്ഞു, അയ്യോ ആ പാവം, ഞാൻ പാട്ട് പാടിയപ്പോൾ കാക്കച്ചി പറഞ്ഞു, അയ്യോ ആ വയ്യാത്ത കൊച്ചിനെ എടുത്തിട്ട് അടിക്കുന്നു എന്ന് നാട്ടുകാർ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വയ്യാത്ത കൊച്ചി എന്ന സംബോധന വേണ്ട കാക്കച്ചി, അത് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പറഞ്ഞു, ഞാനല്ല നാട്ടുകാർ പറയുമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാത്തതൊന്നുമല്ല, എനിക്ക് വയ്യായികയുണ്ട് ഇപ്പോൾ എൻ്റെ അസുഖങ്ങൾ മൂലമൊക്കെ. അത് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ചിക്കനൊക്കെ അല്ലേ കഴിക്കുന്നത്, പിന്നെ എങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ വരാം? ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോയാൽ ഉടനെ പറയും, നിങ്ങളുടെ കഴിക്കൽ കൊണ്ടാണ് നിങ്ങളിങ്ങനെ തടി കൂടുന്നത്, നീ ഇങ്ങനെ കുറേച്ചേ കഴിക്കുക. പണ്ട് മുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ കുറച്ച് മാത്രമേ കഴിക്കൂ എന്ന് എനിക്ക് വിളമ്പിത്തരുന്ന മനുഷ്യർക്കറിയാം. പിന്നെ ഇനി നാട്ടുകാരെയും അല്ലെങ്കിൽ ആൾക്കാരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറേ കഴിക്കുന്നു, ഞാൻ അതെല്ലാം വാരി കഴിക്കുമെന്നൊക്കെ, ഞാനിതെല്ലാം ലോകരെയെല്ലാം അറിയിച്ചുകൊണ്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയും, കുറേ കഴിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് പോയി കഴിക്കുന്നത് ഇഷ്ടമാണോ? ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ, നിങ്ങൾ പുറത്ത് പോയി കഴിക്കണം. കൊള്ളാവോ? ബില്ല് ഒരുപാടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. ആണല്ലേ? ബില്ല് അപ്പോൾ ഇത്രയും പാഴ്സലും വാങ്ങി, എന്നിട്ട് ബില്ല് ഒക്കെ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ബില്ല് ആണെങ്കിൽ എടുത്തോ? ബില്ല് എടുക്കാം. ഒരുപാട് വലിയ എമൗണ്ടൊന്നും ബില്ലൊന്നും ആയിട്ടില്ല, പേടിക്കുന്നത് പോലെ. അപ്പോൾ കഴിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായി. ബില്ലൊന്നും അധികമൊന്നും ആയില്ല. നമ്മൾ അത്രയും വാങ്ങിയപ്പോൾ തന്നെ 800 രൂപയാണ് ആയത്. അത് എന്ന് പറയാൻ കാരണം, നമ്മൾ അത്രയ്ക്കും വേണ്ടി നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിയല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഇരിക്കുന്നു, 199 രൂപ 99 രൂപ മുതൽ 499 രൂപയുള്ള ജെൻസിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ കാക്കച്ചിയല്ലേ ആൾ, കാക്കച്ചി അതിനൊന്നും സമ്മതിക്കത്തില്ല, എടുത്തോണ്ട് ഓടെയാണ്. മതി എന്നൊക്കെ പറയാണ് കേട്ടോ കാക്കച്ചി ആണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് കാക്കച്ചി പറയുന്നത്. കാക്കച്ചി പറയാൻ കാരണമുണ്ട് കേട്ടോ, നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാക്കച്ചി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കാക്കച്ചി
എൻ്റെ മേക്കപ്പൊക്കെ പോയെന്ന് ഞാൻ വണ്ടി കയറിയിരുന്ന് പറയാം കേട്ടോ. പുട്ടി അടിച്ചുകൊണ്ട് വണ്ടി കയറും, ഇറങ്ങുമ്പോൾ എൻ്റെ പുട്ടിയെല്ലാം പോകുമല്ലോ എന്ന് പറയാം. അപ്പോൾ അവർ പറയാണ് ടൂൾസൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചേക്കൂ, വണ്ടിയിലിരുന്ന് ടച്ചപ്പ് ചെയ്യുമെന്നാണ് അവർ രണ്ടുപേരും കൂടി പറയുന്നത് കേട്ടോ. പക്ഷേ എന്താ, എനിക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നഗരൂർ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. നഗരൂർ ഭാഗത്ത് പോയി നമ്മളങ്ങനെ ഇങ്ങ് വരികയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ തിരിച്ച് കിളിമാനൂർ വന്നിട്ട് തിരിച്ച് പിന്നെ നഗരൂർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര വലുതാണ്. അപ്പോൾ ആ സ്റ്റെപ്പിന് കയറണമെങ്കിൽ ചേച്ചിയും കൂടി വേണം. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നഗരൂരേക്ക് ഇങ്ങനെ വരികയാണ്. ഇടവഴികളിൽ കൂടെയൊക്കെ കയറി നഗരൂരുള്ള ബേക്കറിയിൽ പോയി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. ലൈം ജ്യൂസാണ് പ്രിയം, എവിടെ പോയാലും ലൈം ജ്യൂസാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ചേച്ചി എടുത്ത് കാണിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും വില 100 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേണ്ടടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവൾ നട്ട്സ് എടുത്ത് വെച്ചു. നട്ട്സും പിന്നെ എല്ലാം കൂടെയുള്ള ഒരു ഐറ്റമാണ് എടുത്ത് വെച്ചത് കേട്ടോ. 110 രൂപ 425 രൂപയെന്നോ എന്തോ പറഞ്ഞു. ഞാനിങ്ങനെ ചോദിക്കാനാ അവിടെ നിൽക്കുന്ന ആൾക്കാരോട്, നിങ്ങൾ അകത്തെന്തൊക്കെയുണ്ട്? ഫ്രൂട്ട്സൊന്നും അകത്തിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഉള്ളത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കാക്കച്ചാണെങ്കിൽ ഒരു വിധത്തിൽ പുറത്തിറങ്ങൂല. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ബേക്കറി ഇറങ്ങി ഞാൻ എന്തോന്നും ചെയ്യാനുണ്ട്, ക്യാമറ അകത്തോട്ട് കൊണ്ടുപോയി എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. കാക്കച്ചി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും കാണുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ് കാക്കച്ചി ഇതുപോലെ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ചേച്ചി ഇതൊക്കെ എടുത്ത് അടുത്തുകൊണ്ട് വരികയാണ്. ഇതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ഇത് വാങ്ങിയിട്ട് നമ്മൾ ജ്യൂസിന് പറഞ്ഞവിടെ ലൈം ജ്യൂസിന് 3 ലൈം ജ്യൂസിന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി എടുക്കുന്നതിനെല്ലാം വില കൊടുക്കില്ല. അപ്പോൾ അവൾ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിലുള്ളതിന് മാത്രമേ നമ്മൾ വാങ്ങാവൂ. അപ്പോൾ അവൾ ജ്യൂസ് കൊണ്ടുവരികയാണ് കേട്ടോ, ലൈം ജ്യൂസ്. അപ്പോൾ അവൾക്ക് സ്ഥിരം വരുന്ന അവളുടെ നാടല്ലേ കടയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ പുറത്തൊക്കെ വീണു കേട്ടോ ജ്യൂസ് കുടിച്ചപ്പോൾ. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തുണിയൊക്കെ കഴുകി കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നിട്ട് നമ്മുടെ എന്താണ് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാം. അപ്പോൾ പഴമൊന്നും നമുക്ക് വേണ്ട, ഇത് മതി. അപ്പം ഞാൻ ഇങ്ങനെ കക്കച്ചി തുറഞ്ഞ് കക്കച്ചി വീഡിയോ എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിടയ്ക്കാണ് കേട്ടോ. കക്കച്ചി അല്ലേ ആൾ, എല്ലാം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുടിക്കുന്നു എന്നിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഗ്ലാസ്സൊക്കെ വാങ്ങി ചേച്ചി കൊണ്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ തിരിച്ച് ഞങ്ങൾ കിളിമാനൂരേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മൾ വന്നിട്ട് ചേച്ചി തിരിച്ച് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കിളിമാനൂർ ഞാൻ പറയാണ് കക്കച്ചി അങ്ങനെ പറഞ്ഞു. കക്കച്ചി അപ്പോൾ കാക്കച്ചി പറയണം നീ അങ്ങനെ പറ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞു. എവിടെ പോവായിരുന്നു? നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് 2-3 നേരമൊക്കെ കാണാനുള്ളവരൊക്കെ കണ്ടു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഫുഡ് കഴിച്ചു. പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വാങ്ങി. ഒരു എത്ര നമ്മൾ 11:30 ഇറങ്ങിയല്ലേ തോന്നുന്നു അല്ലേ? 11:30 ഇറങ്ങി 2 മണിയാകുമ്പോൾ 2-2:30 നമ്മൾ വീട്ടിലെത്തും. ഒക്കെ നല്ല കാലാവസ്ഥയായിരുന്നു, വണ്ടി ഓടിക്കാനൊക്കെ കുഴപ്പമില്ലായിരുന്നു, മഴയൊന്നും ഉണ്ടായില്ല, സുഖം, തിരിച്ചെത്താറായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നതാണ്, അപ്പൊ ആഴ്ചയിൽ ഒരു യാത്ര പറ്റത്തില്ല, 2 ആഴ്ച കൂടുമ്പോൾ ഒരു യാത്ര. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഇറങ്ങി, ഞാൻ കുറേ നാളോട് ആഗ്രഹിക്കുന്നതാണ് ഒന്ന് ഇറങ്ങി നമുക്കൊന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റി. പിന്നെ എല്ലാം ഒത്തു വരട്ടെ എന്ന് പറഞ്ഞിരുന്ന ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഹലോ, ബായ് പറയൂ. ബായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ബായ്. എല്ലാവരും വീഡിയോ കാണുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. ഞങ്ങൾ യൂട്യൂബിൽ 20,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. എന്താ ആൾക്കാർ കാണുന്ന കണ്ടന്റൊക്കെ കുറവായതുകൊണ്ടാണ്. എന്ത് കണ്ടന്റാണ് നിങ്ങൾക്ക് ഇനി ഞാൻ തരേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഫേസ്ബുക്കിൽ പേജ് 15,000 ആവാറായി വരുന്നു. അതും വലിയ സന്തോഷമാണ്. കുറേ പേരും കൂടെ ഫോളോവേഴ്സ് വന്നതിലൊരു അതിവായ സന്തോഷം.
അപ്പോൾ വീഡിയോ ഇടും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയകാവ് വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിനി പുതിയകാവ് കഴിഞ്ഞ് നമ്മുടെ കിളിമാനൂർ MC റോഡിലോട്ട് ഇറങ്ങി നമ്മൾ ഇന്ദ്രപ്രസ്ഥയുടെ അടുത്തൂടെ നമ്മൾ SN തിയേറ്ററിൻ്റെ അടുത്തെത്തി നമ്മളത് തിരിച്ചു പോകും. ടാറ്റാ.